വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചീര തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ ചീരയൊക്കെ ഒടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പ് പോലെ ഇങ്ങനെ വളർന്നു പോവും. അതിൻ്റെ അറ്റത്തുനിന്ന് തളിരില നോക്കിയാണ് നമ്മൾ ഒടിച്ചെടുത്ത് കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ചിക്കുർമാനീസെന്നും മധുരച്ചീരയെന്നും വേലിച്ചീരയെന്നും ഒക്കെ പറയുന്ന ഒരു ചീരയാണ് ഇത്. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചെറുതായിട്ട് തണ്ടിങ്ങനെ ഊരിയെടുത്തിട്ട് കണ്ടോ, ഇതുപോലെ ഊരിയെടുക്കണം. അപ്പോൾ നോക്കണേ, ഇതിനകത്ത് പുഴുവോ അഴുക്കോ ഒക്കെ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇത് ഞാൻ കഴുകിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ചീരയാണ്. നല്ലതായിട്ട് നോക്കിയൊക്കെ എടുത്ത് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇതുപോലെ ഊരിയെടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം കണ്ടോ, കൈ നിറച്ചങ്ങ് ഊരിയെടുക്കണേ. എളുപ്പമുണ്ടല്ലോ. പിടിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ചീരയെല്ലാം അരിഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 6-7 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചതച്ച് കൊണ്ടുവരണം. അരിഞ്ഞു പോലെ ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതിയേ. ചതച്ച് കൊണ്ടുവരാം. ഈ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അരപ്പൊക്കെ ചതച്ച് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്കൊരു ചെറിയ ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില്ലേ, അതിട്ട് കൊടുക്കുക. ഇത് കാണുമ്പോൾ ഒരുപാടുണ്ട്, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞൊന്ന് വാടി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇത്തിരിയേ കാണത്തുള്ളൂ. കൂണൊക്കെ വാടിക്കഴിയുമ്പോൾ ഇത്തിരിയല്ലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇത് ശകലേ കാണത്തുള്ളൂ. അരിഞ്ഞു വയ്ക്കുമ്പോൾ ഒരു പാത്രം നിറച്ച് കാണും. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടുക. ചീരയൊക്കെ താന്നു പോകുമ്പോഴത്തേനും ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടാവുള്ളേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു മൂടിയെടുത്ത് അടച്ച് കൊടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് സിമ്മാക്കി കൊടുക്കുക. ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. അരപ്പൊക്കെ ഒന്ന് വേകണമല്ലോ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വേകട്ടെ. വെന്തിട്ടുണ്ട്. നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇനി നമുക്കൊന്ന് അരപ്പെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ ചീരയിലെല്ലാം അരപ്പ് പിടിക്കണം. ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചീരയില്ലേ, മറ്റേ ചീര, പച്ച ചീരയും വെള്ളച്ചീരയൊക്കെ ഇല്ലേ, ചുമന്ന ചീരയും, അതിൻ്റെ ടേസ്റ്റ് അല്ല ഇത്. വേറൊരു ചീരയുടെ ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വേലിയുടെ സൈഡിലൊക്കെ നിൽക്കും. ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് തോരൻ വെച്ച് നോക്കണേ എല്ലാവരുമേ. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.